my people above my family, but in attempting to serve my people, found that I was prevented from fulfilling my obligations as a son, a brother, a father, and a husband. സോ ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ പാർട്ട് എ 40 മാർക്സിൻ്റെ ആയിരുന്നു. പാരഗ്രാഫ് തരും. ഈ പാരഗ്രാഫ് നോക്കിക്കോ. ആൻഡ് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 10 എണ്ണം ആൻസർ ചെയ്താൽ മതി. സോ അത് ഫുള്ളും ഞാൻ ആൻസർ ചെയ്ത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ്, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ലിറ്ററേച്ചറാണ് വന്നത് പാർട്ട് എയിൽ. അപ്പോൾ ലിറ്ററേച്ചറിൽ നിന്നും ഇങ്ങനെ പാരഗ്രാഫ് തന്നു. ആൻഡ് ദെൻ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു.
നെക്സ്റ്റ് വൺ ആണ് കേട്ടോ. ഇതിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതാണ് ഓർ ക്വസ്റ്റ്യൻ. ദെൻ അതിൽ വരുന്നത് നെക്സ്റ്റ് ഗ്രാമറാണ് പാർട്ടിയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെക്ഷൻ എ കഴിഞ്ഞു. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ റൈറ്റിംഗ് ആണ്. സോ ദിസ് വൺ ഓൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഓ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് ഓൾ ക്വസ്റ്റ്യൻ. പിന്നെ സെക്ഷൻ ബിയിൽ തന്നെ ലിറ്ററേച്ചർ വരുന്നുണ്ട്. ലിറ്ററേച്ചറുടെ ക്വസ്റ്റ്യൻസ് ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 എണ്ണം എനി 2 ഫ്രം എയിൽ ആൻഡ് എനി 2 ഫ്രം ബിയിൽ. ഒരെണ്ണത്തിന് 2 മാർക്സ്. പിന്നെ നെക്സ്റ്റ് വൺ ഇതിൽ 3 മാർക്സ്, ഒരെണ്ണത്തിന് 3 മാർക്സ് ആയിട്ട് വരുന്നത്. ഇതിൽ സെക്ഷൻ എ അല്ല ഈ പാർട്ടിൽ നിന്ന് എനി 2 ആൻഡ് ഫ്രം ബി എനി 2. പിന്നെ വരുന്നത് 12th വണ്ണാണ്. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണത്തിന് 5 മാർക്ക് ഓ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് 13th വൺ, അതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ഓ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇതായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് പേപ്പർ. ഇറ്റ് വാസ് കൈൻഡ് ഈസി. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. സോ ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.
has been its effect on the lives of people? It has been utilization and greater competition among producers. So ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സെക്ഷൻ എ, സെക്ഷൻ ബി, പിന്നെ സെക്ഷൻ സി, ആൻഡ് സെക്ഷൻ ഡി. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞങ്ങൾ വിചാരിച്ച മാതിരിയല്ല ക്വസ്റ്റ്യൻസ് വന്നത്. ശരിക്കും ഇത് ലൈക്ക് അധികം കോൺസെൻട്രേറ്റഡ് ആവാത്ത ക്വസ്റ്റ്യൻസാണ് വന്നത്. ഞാൻ കുറച്ച് വിചാരിച്ച മാതിരി ഈസി ആയിരുന്നില്ല, കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ മിക്കവരും തെറ്റിച്ച ഭാഗമാണിത്. അയ്യോ, ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. ഇവിടെ ഇത് ശരിക്കും മാച്ച് ദ ഫോളോയിങ് അല്ല. മിക്കവരും വിചാരിച്ചത് മാച്ച് ദ ഫോളോയിങ് ആണെന്ന് നേരെ ചെയ്ത് മാച്ച് ദ ഫോളോയിങ്. ബട്ട് ഇതൊന്നും കറക്റ്റ് ആൻസേഴ്സ് ഒന്നല്ല ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എന്നിട്ടാന്ന് വെച്ചാൽ ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ അബൌട്ട് ദി ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദീസ് ക്രോപ്സ് ഇൻ ഇന്ത്യ. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയറാണ് ചോദിച്ചേക്കുന്നത്. ഇത് ബോക്സ് കണ്ടപ്പോഴേക്കും എല്ലാവരും വിചാരിച്ച് മാച്ച് ദ ഫോളോയിങ് ആണെന്ന് വിചാരിച്ച് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് വെച്ചു. സോ ഇതിലൂടെ ഒരു പാഠം പഠിച്ചു തന്നിട്ടാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കണം. സോ ആൻഡ് അങ്ങനെ ഉണ്ടായി. പിന്നെ മിക്കതും ലൈക്ക് MCQ മാതിരിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. മെയിൻലി ക്വസ്റ്റ്യൻസ് വന്നത് സെക്ഷൻ ഡിയിലാണ്. അതും അധികം വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. പിന്നെ മാപ്പ് ബേസ്ഡ് സെക്ഷൻ എയും കൂടി ഉണ്ട്. മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് മറ്റേ പേജിലാണ്. ആ പേജിൽ മാപ്പ് ഉണ്ടായിരുന്നു. സോ അതെനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒട്ടിക്കേണ്ടി വന്നു, ആൻസർ ഷീറ്റിൽ ഒട്ടിക്കേണ്ടി വന്നിരുന്നു. സോ അപ്പോൾ എല്ലാവരും വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഇരുന്ന് പഠിച്ചോ. പറയാൻ പറ്റില്ല ഇതാ വരാൻ പോണേന്ന്. സോ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.